ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. പ്രൈസ് ദി ലോർഡ്. അതെ, ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ മരുഭൂമിയിലെ പരീക്ഷയെ പറ്റിയാണ് നമ്മളിപ്പോൾ കേട്ടത് വചനം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടാണ് ജോർദാനിൽ നിന്നും ഈശോ മടങ്ങുന്നത്. നമ്മളൊക്കെ 2025 പിന്നീട് കാണും. നല്ലൊരു വർഷം ദൈവം നമുക്ക് അനുഗ്രഹമായി തന്നു. ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കഴിഞ്ഞ ഒരു വർഷത്തിൽ കടന്നുപോയി. ദൈവസ്നേഹത്തിൻ്റെ ചാതുര്യം നമ്മൾ അനുഭവിച്ചു. മനോഹരവുമായിരുന്നു, അതോടൊപ്പം ചിലപ്പോഴൊക്കെ വേദനാജനകവുമായിരുന്നു. എന്നാൽ ഇത് രണ്ടും സമ്മിശ്രിതമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയപ്പോൾ നമുക്ക് അതിനെപ്പറ്റിയും ഒരു പരിധി വിട്ട് നമ്മളെ വേദനിക്കാൻ ദൈവം ഇടവരുത്തിയില്ല. കാരണം നാം ദൈവത്തോട് കൂടിയായിരുന്നതുകൊണ്ട്, പരിശുദ്ധാത്മാവ് നമ്മിലുള്ളതുകൊണ്ട്, ഈ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുന്നതിലൂടെ നാം കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം നമുക്ക് അനുഗ്രഹമായിട്ട്, ക്രൈസ്തവരായ നമുക്ക് പ്രത്യേകിച്ചും, അല്ലാത്തവർക്കുമുണ്ട്, ഉദാശകളിലൂടെ, പ്രത്യേകിച്ച് മാമോദീസയിലൂടെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. പുതിയ വെള്ളവും വെളിച്ചവും ഒക്കെ നമ്മൾ കണ്ടു. വിശുദ്ധിയുടെ മേലങ്കി അണിഞ്ഞു. അങ്ങനെ പുതിയ സൃഷ്ടിയായി, കർത്താവിൽ നവസൃഷ്ടിയായി ജീവിക്കുകയാണ് നമ്മൾ ഈ ഭൂമിയിൽ. നമ്മൾ കർത്താവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, കർത്താവിലൂടെയാണ് ജീവിക്കുന്നത്, കർത്താവിലേക്കാണ് ജീവിക്കുന്നത്. ഈ ഒരു വചനം നമ്മളെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ നാം പഠിക്കണം. കർത്താവിന് വേണ്ടി ജീവിക്കുന്നു, കർത്താവിൽ ജീവിക്കുന്നു, കർത്താവിലേക്ക് ജീവിക്കുന്നു. അതെന്ത് മനോഹരമാണ് ആ വചനം. നമുക്ക് കർത്താവിലായിരിക്കാം. ജീവിതം ഓരോ ദിനവും കടന്നു പോകുമ്പോൾ അതിന് ഒത്തിരിയേറെ മഹത്വവും സന്തോഷവുമുണ്ട്. ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ, അതിനെ അതിജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നത്. എന്ത് തകർച്ചകളും കഷ്ടങ്ങളും വന്നാലും അവിടെയൊക്കെ യേശുവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ അടയാളമാക്കി അത് എടുക്കാനുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് ആവശ്യം. അത് അറിഞ്ഞുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും 2026 ഈ യാത്രയിൽ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ദൈവം നമ്മോടൊപ്പം, നമ്മെ തോളിൽ വഹിക്കുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നമ്മളെ ചുമക്കും കർത്താവ്. നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമ്മളെ വഹിക്കും. നമ്മളെ ഏറ്റെടുത്തു കഴിഞ്ഞു. നമ്മളിൽ വസിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആഗ്രഹം നമുക്ക് നിറവേറ്റാൻ ഈ ഒരു വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ കയറി വരുന്ന വിഷമങ്ങളെല്ലാം സന്തോഷമാക്കാനും, സന്തോഷങ്ങളെ കൂടുതൽ വിശുദ്ധീകരിക്കാനും, വിശുദ്ധിയിലേക്ക് നമ്മുടെ ജീവിത പ്രയാണം മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം. അതിനായി എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൂടാതെ ഒരു പുതുവർഷം നമുക്ക് ദാനമായി ദൈവം തരുവാണ്. അത് നാം സ്വാഗതപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും, എൻ്റെ വ്യക്തി ജീവിതത്തിലും, എൻ്റെ സമൂഹ ജീവിതത്തിലും, എൻ്റെ സഭാത്മക ജീവിതത്തിലും എന്നുവേണ്ട എല്ലാറ്റിലും അത് പകർത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടവരട്ടെ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് മുന്നോട്ട് പോകാം. ദൈവത്തിൻ്റെ നാമത്തിൽ എല്ലാവർക്കും നന്ദി, സ്തുതി. ആമേൻ.